പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ നിങ്ങളുടെ വീടിനെയും നീ ഇരിക്കുന്ന ഇടങ്ങളെയും നീ വർക്ക് ചെയ്യുന്ന ഇടങ്ങളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. ദൈവത്തിലെ നീയുമായി ബന്ധപ്പെട്ട് നീ നിൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികളെ, അത് ഫയലാകാം, പേപ്പറാകാം, വേറെ എന്ത് സംഭവമായ അത് കയ്യിലെടുത്തുകൊണ്ട് ആശീർവാദം മേടിക്കും. മക്കളെ, കർത്താവെ, കന്നുകാലി വളർത്തി ജീവിക്കുന്നവരുണ്ട്, കടകമ്പോളം ചെയ്ത് ജീവിക്കുന്നവരുണ്ട്, ബ്യൂട്ടി പാർലർ നടത്തി ജീവിക്കുന്നവരുണ്ട്, ഓരോരോ ചെറിയ ബിസിനസ് നടത്തിയിട്ട് ബേക്കറി നടത്തി ജീവിക്കുന്നവരുണ്ട്, ചെറുകിട വ്യവസായങ്ങൾ. കർത്താവെ, അവരുടെ ജീവിക്കാനുള്ള മാർഗം പോലും അല്ലെങ്കിൽ കിട്ടാത്ത അവസ്ഥയിൽ സങ്കടപ്പെട്ട് കണ്ണീരോടെ കട തുറക്കുകയും കണ്ണീരോടെ പൂട്ടുകയും ചെയ്യുന്നവരുണ്ട്. ഈശോയെ, അവരെ ഞാൻ അങ്ങയുടെ തിരുസനെ ഏൽപ്പിക്കുന്നു. അവർക്ക് അതുകൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല ദൈവമേ. അവർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു ഇടം, ഒരു സ്ഥലം, ഒരു സംരംഭം അവർ കാണിച്ചു കൊടുക്കാൻ പരിശുദ്ധമ്മ കനാര കല്യാണത്തിൽ ചെന്നിട്ട് അവർക്ക് വീഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് ആ വിഷയത്തിലേക്ക് കൊണ്ടുവന്ന പരിശുദ്ധമ്മ, അധികാരമുള്ള അമ്മ, നിന്നെ അനുഗ്രഹിക്കുകയും നിനക്ക് ജീവിക്കാൻ, നിനക്കും മക്കൾക്ക് ജീവിക്കാൻ പുതിയൊരു ഇടം നൽകുകയും ചെയ്യട്ടെ. കേസകപ്പെട്ടിരിക്കുന്നവരെ, കള്ളക്കേസകപ്പെട്ടിരിക്കുന്നവരെ, അതുപോലെ തന്നെ വാക്ക് തർക്കങ്ങളിൽ പെട്ടിരിക്കുന്നവരെ, അതുപോലെ ഭീഷണിക്ക് പെട്ടിരിക്കുന്നവരെ, അതുപോലെ അതിർത്തി തർക്കങ്ങളുള്ളവരെ, അതുപോലെ കേസ് കടലിൽ അനുകൂലമായി വിധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി, അതുപോലെ പരീക്ഷയുടെ റീടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവരെ, അതുപോലെ തന്നെ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി അനുകൂലമായ തീരുമാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ, അവരെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവരെ, വിവാഹത്തിന് പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള പരക്കമ്പാശ നടത്തുന്നവരെ, വീട് സ്ഥലമില്ലാത്തവരെ, സ്ഥലമെങ്കിലും കിട്ടാൻ വേണ്ടി, വീടെങ്കിലും കിട്ടാൻ വേണ്ടി അരഞ്ഞു നടക്കുന്നവരെ, അവരുടെ ഉദ്യമങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇന്ന് ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഒരു ഭർത്താവിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അത് ഒരു ഭർത്താവിനെ ഈ ബ്ലോക്ക്
90% ബ്ലോക്കാണ്. ഇപ്പം വൈഫിനോട് അയാൾ ആശുപത്രി വെച്ച് ചോദിക്കുകയാണ്, എടോ ഞാൻ ഓപ്പറേഷൻ കൊണ്ട് ഈ ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെടുമോ? അപ്പോൾ വൈഫ് പറയുന്നൊരു ഉത്തരവുണ്ട്, ഞാൻ ദൈവമായിട്ടൊരു ഉടമ്പടിയിലാണ്, അത് സത്യസന്ധമാണ്. സത്യസന്ധമാണെങ്കിൽ ഞാനത് നിങ്ങൾക്ക് വേണ്ടി എടുത്തതാണ്. അപ്പോഴേ എൻ്റെ ഉടമ്പടിയിൽ എനിക്ക് വിശ്വാസമുണ്ടെന്ന്. എന്താ ഒരു ഈ മനുഷ്യന്മാരൊക്കെ ഇപ്പം ഇങ്ങനെ ഉടമ്പടി ജീവിക്കണേ. അതുപോലെ ഹസ്ബൻഡിൻ്റെ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ആരോഗ്യത്തിലോ അല്ലെങ്കിൽ ഓപ്പറേഷൻ പ്രൊസീജിയറോ ഒന്നുമല്ല, ഞാനും ദൈവമായിട്ടൊരു ബന്ധമാണ്. അപ്പോൾ ആ വ്യക്തിക്ക് എന്തുമാത്രം ബോധ്യങ്ങളാണ് ഇട്ടിരിക്കുന്നത് നോക്കിയേ. ആപത്തോ വാളോ ഒന്നും അവരുടെ ഉള്ളിലുള്ള ബോധ്യങ്ങളിൽ നിന്നും ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നും എടുത്ത് കളയപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ അപ്പോസ്തല കാലഘട്ടം മാത്രമല്ല, ഇക്കാലവും മനുഷ്യൻ ജീവിക്കേണ്ട സുവിശേഷമാണ്. അപ്പോൾ സുവിശേഷത്തിൻ്റെ സാധ്യതകളെ കണ്ടറിഞ്ഞുകൊണ്ട് നല്ല പൊരുതുന്ന പടയാളിയായി ജീവിതത്തെ അഭിമുഖീകരിച്ച് ഓരോ ദിവസവും നിനക്ക് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഇപ്പം ഒരു ഉത്തരവേ ഉള്ളൂ ഇനി. എന്താണ്? ദൈവത്തെ സ്നേഹിക്കാൻ. എന്താ കാരണം? എൻ്റെ കാരണം ദൈവം നമ്മളെ ഓരോ ദിവസവും പുതിയ സ്നേഹത്തിലാണ് സ്നേഹിക്കണത്. ബൈബിളിലൊക്കെ ഉള്ള ഗുണമെന്ന് വെച്ചാൽ, ബൈബിളിൽ ഈ മദർ വേർഡ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. എൻ്റെ ഒരു നിരീക്ഷണത്തിലുള്ളതാണ്. എന്ന് വെച്ചാൽ ബ്രീഡിങ് വേർഡ്. ഒരു വേർഡ് ഇങ്ങനെ ഓരോരോ കാലത്തും ഓരോ ശിശുക്കളെ പറ്റിക്കൊണ്ടിരിക്കും. എന്നുവെച്ചാൽ അതിന് പുതിയ പുതിയ അർത്ഥങ്ങളും പുതിയ പുതിയ കമ്മ്യൂണിക്കേഷൻസും വരും ദൈവമായിട്ടുള്ള. 3:22-23 കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഇത് സംഭവിച്ചല്ല, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. അതായത് അത് ഒന്നിനു വായിച്ചത്, കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അതിനാണ് പ്രാധാന്യം. അതാ പുസ്തകത്തില് സൂര്യന് അസ്തമയമുണ്ട്, വൃദ്ധിക്ക് ക്ഷയം ഉണ്ടാവും. അഭിവൃദ്ധിയില്ലേ, അഭിവൃദ്ധിക്കൊരു ക്ഷയം ഉണ്ടാവില്ല. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത ഒരിക്കലും അസ്തമിക്കുന്നില്ലെന്നാണ്. അത് നമ്മൾ എന്തുമാത്രം മനുഷ്യരാശി 2000 കൊല്ലം ആയിട്ട്, 2000 അല്ല, സങ്കീർത്തനം എഴുതിയിട്ട് 3000 കൊല്ലമായിട്ടുണ്ട്. ഇന്ന് വരെ ധ്യാനിച്ചാൽ തീരാത്തിട്ട ഒരു വാക്കാണ്. കാര്യം കർത്താവിൻ്റെ സ്നേഹത്തിന് ഉദയം മാത്രമേ ഉള്ളെന്ന്. ഒരിക്കലും അസ്തമിക്കണില്ലെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഉദയം മാത്രമേ ഉള്ളൂ. പുതിയ പുതിയ ദൈവസ്നേഹമാണ്. പുതിയ പുതിയ ദൈവസ്നേഹത്തിലാണ് ദൈവം നമ്മളെ സ്നേഹിക്കണമെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഒരു ചലഞ്ച് എന്താണ്? എന്തിനാണ് ഒരു ദിവസം? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നിങ്ങളോട്, എന്തിനാണ് ഒരു ദിവസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തെ പ്രത്യേകമായ വിധത്തിൽ സ്നേഹിക്കാൻ വേണ്ടി. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു.
പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ചിലപ്പോൾ നിങ്ങളെ ഒറ്റപ്പെടുത്തുക ചെയ്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വെറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നാത്തൂനോടായാലും അമ്മായിയപ്പനോടായാലും മരുമകളോടായാലും ആരോടായാലും നിങ്ങൾക്ക് ഈ വെറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ആൾക്കാരെ സഹായിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്തിരി ചില സമയത്ത് ഇത്തിരി പാടായിരിക്കും. പക്ഷെ നമ്മൾ ഒരു 2 കിലോമീറ്റർ പോയി ഒരു ആശുപത്രി പോയി രോഗിയെ കാണുന്നതിനേക്കാളും ആ സമയത്ത് ഈ ആളെ കുളിപ്പിക്കാൻ പറ്റിയ സംവിധാനം ഉണ്ടാക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കുളിപ്പിക്കാൻ പറ്റിയ സംവിധാനം. പക്ഷെ അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ചിലർ പറയുന്നത് എനിക്ക് പറ്റത്തില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കും ഉള്ളൊരു കുഴപ്പമാണ്. ഈ രോഗികളെ കുർബാന കൊടുക്കാൻ മുമ്പ് അവർ കുർബാന വെച്ച് കൊടുക്കുമ്പോൾ ഞാൻ ഛർദ്ദിക്കും. കാരണം എനിക്ക് ചെറിയ മണം അടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ചുരുക്കമുണ്ടാകുന്ന ആളാണ്. പക്ഷേ എൻ്റെ ജോലി എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഈശോ അത് വേറെ വിഷയം. എനിക്കെന്ത് സംഭവിച്ചാലും ഞാനത് ചെയ്യും. അത് തീരുമാനമാണത്. ആ തീരുമാനം അത് കാര്യം ഇവർ വർഷങ്ങളായി കഫം ഇങ്ങനെ തിളക്കുമല്ല, തൊണ്ടേ കിടന്ന് കഫം ഇങ്ങനെ തിളക്കുകയെ. നിങ്ങൾക്ക് വല്ലപ്പോഴും ഒരു രോഗിനെ കണ്ടാൽ മതി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതകാലം മുഴുവൻ കാണണ്ടേ. അപ്പോൾ എത്രയോ രോഗികളെ കാണും. അപ്പോഴേ കഫം തിളച്ച ഈ പഴയ കഫമല്ലേ, പഴയ കഫം 10-16 ദിവസമൊക്കെ പഴക്കമുള്ള കഫം തൊണ്ടേന്ന് പറഞ്ഞാൽ ബാക്ടീരിയയും അണുക്കളുമായിട്ടൊക്കെ ഇരിക്കണം. ഈ ആൾക്കാരത്ത് നമ്മൾ കുർബാന കൊടുക്കാൻ പോണത്. അതുകൊണ്ട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആ മുറി കയറുമ്പോൾ തന്നെ നമുക്ക് തല ചിടിക്കാൻ തോന്നും. പക്ഷേ ഈശോ എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ ചെല്ലും. അപ്പോഴെന്നെ സംബന്ധിച്ച് ഇവിടെയൊക്കെ ഇതിനൊക്കെ ഒരു അഭിഷേകമുണ്ട് ഇതിൻ്റെ അകത്ത്. അതായത് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചാൽ ഈശോ നമ്മുടെ ഹാർട്ട് ചേഞ്ച് ചെയ്യും. ബൈബിളിലെ എല്ലാം ചേഞ്ച് ചെയ്യണതാണ്. ഈ ഉടമ്പടിയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എല്ലാം ചേഞ്ച് ചെയ്യും. എല്ലാ വിഷയവും ചേഞ്ച് ചെയ്യും. അതായത് സ്ഥലം മാറും, അതുപോലെ തന്നെ സിറ്റുവേഷൻസ് മാറ്റിത്തരും, പിന്നെ സമയം മാറ്റിത്തരും, പിന്നെ വേണമെങ്കിൽ ഹൃദയവും മാറ്റിത്തരും. ഈ ഉടമ്പടിയുടെ ഒരു രീതി അതാണ്. ദൈവവുമായിട്ട് നിങ്ങൾ ഇടപെട്ടാൽ ഇപ്പോൾ എന്താ പറയണത്? ഇപ്പം എസെക്കിയലില്ലേ, എസെക്കിയൽ ലേഖനം 36:26 വായിച്ചേ. പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതുചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. ഈ ശിലാഹൃദയം, എസെക്കിയൽ പറയുന്ന ശിലാഹൃദയമില്ലേ, ഇറ്റ് ഈസ് നോട്ട് എ റോക്കി ഹാർട്ട്. എനിക്ക് പരമാവധി തോന്നിയിട്ടുള്ള ഇറ്റ് ഈസ് കണ്ടീഷൻഡ് ഹാർട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കല്ല് വെച്ച ഹൃദയം എന്ന് പറയുകയല്ലേ, കല്ല് വെച്ച ഹൃദയത്തെക്കാൾ ഒരു കണ്ടീഷൻഡ് ആയിട്ടുള്ള ഹൃദയം. ചില ആൾക്കാരുടെ ഹൃദയം ചില വിഷയങ്ങളോട് കണ്ടീഷൻഡ് ആയിട്ടുള്ള, അവർ അതിൻ്റെ അപ്പുറത്തൊന്നും ചെയ്യത്തില്ല. അവർ മുൻവിധിയോടുകൂടി അങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഈ അവസ്ഥാന്തരപ്പെട്ടു പോയിട്ടുള്ള അവസ്ഥയുണ്ടാവും. ഇതൊരു കണ്ടീഷൻഡ് ഹാർട്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു റോക്കി ഹാർട്ട്. അതായത് അവസ്ഥാന്തരപ്പെട്ടു പോയ, അതായത് ചില ആൾക്കാർക്ക് എന്താണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആധ്യാത്മിക വിജയത്തിൻ്റെ ആധ്യാത്മിക പരാജയത്തിൻ്റെ ദൈവാഭിമുഖ്യ പരാജയം എന്താണെന്ന് ചോദിച്ചാൽ അത് കണ്ടീഷൻഡ് ഹാർട്ടാണ്. കണ്ടീഷൻഡ് ഹാർട്ട് എന്ന് വെച്ചാൽ അവസ്ഥപ്പെട്ടു പോയ, ഇപ്പം കോൺക്രീറ്റ് എന്നൊക്കെ പറയല്ലേ, കോൺക്രീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഉറച്ചുപോയ ഹൃദയം. അപ്പം ചില കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് മുൻവിധിയോട് കൂടി ഉറച്ചുപോയ ഹൃദയം ഉണ്ടാകും. അത് ശരിയാകല്ലേ, എന്നെക്കൊണ്ട് പറ്റത്തില്ല, അത് എനിക്ക് ശരിയാകത്തില്ല. ഈ കണ്ടീഷൻ്റെ സ്വഭാവം എല്ലാത്തിലും ഉണ്ട്. ഭക്ഷണത്തിലുണ്ട്, രുചിഭേദങ്ങളിലുണ്ട്, വസ്ത്രങ്ങളിലുണ്ട്. അതിട്ടാൽ എനിക്ക് ശരിയാകത്തില്ല. അതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതിട്ടാൽ ശരിയാകത്തില്ല, എൻ്റെ കോൺഫിഡൻസ് പോകും. ആ ചെരുപ്പിട്ടാൽ എൻ്റെ കോൺഫിഡൻസ് പോകുമെന്ന് പറയത്തില്ലേ. അപ്പം ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പൊട്ട് കുത്തണ സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. അവർക്ക് പൊട്ടില്ലാതെ വന്നാൽ അവർക്ക് തുണി ഉടുക്കാത്ത പോലെ തോന്നും അവർക്ക്. അല്ലാതെ അതാണ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് ഈ സംഭവം. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് കൊണ്ടുവരികയാണ്. മനസ്സിലായില്ലേ? ഒരു ചെറിയ പൊട്ട് കുത്തണ സ്വഭാവം ഉണ്ട് പണ്ട് പോലെ. അന്ന് ആ സമയത്ത് തിരക്കത്തിൽ ആ സംഭവം ഡെപ്പി കണ്ടില്ലെന്നുണ്ടെങ്കിൽ
നിങ്ങൾ അവസാനം വരെ ആ യാത്ര തീർന്ന് തിരിച്ചു വരുമ്പോഴും എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് കണ്ടീഷൻ ഹാർട്ട് എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മുടെ ഈ മേഖലകൾ ഉടമ്പടിയുടെ പരിഗണന വരുന്ന ഒരു സബ്ജക്റ്റാണിത്. അതായത് നമ്മളുടെ പരാജയങ്ങളുടെ എല്ലാം ഒരു പരിധിവരെ കാരണം ഈ കണ്ടീഷൻ്റെ ഹാർട്ടാണ്. അവസ്ഥാന്തരപ്പെട്ടു പോയ മാനസിക അവസ്ഥകൾ, എനിക്കത് പറ്റത്തില്ല എന്ന് തോന്നുന്നത്, എനിക്കത് പറ്റത്തില്ല. ബിബിൻ്റെ സാക്ഷ്യം കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ലേ, അവൻ ഉടമ്പടി എടുക്കുന്നവരെ അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്താണ്? എനിക്ക് അരിയർ എഴുതാൻ പറ്റത്തില്ല, 22, 24 അരിയർ ഞാൻ എങ്ങനെ എഴുതും? ബിടെക്കിൻ്റെ 24 പേപ്പറുണ്ടേ, കുടിശ്ശിക എഴുതി കിട്ടിയിട്ടില്ല. ഇപ്പോൾ 1-2 സബ്ജക്റ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ മനസ്സിലിരിക്കണതാണ്, ഞാൻ എഴുതിയ നല്ലപ്പോൾ എഴുതിയിട്ട് കിട്ടിയില്ല, ഇപ്പോൾ ടച്ച് വിട്ട് പോയില്ലേ, എൻ്റെ ടച്ച് വിട്ട് പോയില്ലേ. അപ്പോൾ എൻ്റെ ടച്ച് വിട്ട്, ഇപ്പോൾ ഇംഗ്ലീഷിന് ടച്ച് വിട്ട് പോയി, എൻ്റെ സ്പീക്കിങ്ങിന് ടച്ച് വിട്ട് പോയി, റൈറ്റിങ്ങിന് ടച്ച് വിട്ട് പോയി, വായിക്കാനോ ടച്ച് വിട്ട് പോയി. അപ്പോൾ ഈ ടച്ച് വിട്ട് പോയെന്ന് പറഞ്ഞാണ് കുഴപ്പം മുഴുവനും. ഈ മേഖലയാണ് ശിലാഹൃദയം എന്ന് പറയുന്നത്. നിങ്ങളുടെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ ടച്ച് വിട്ട് പോയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതാണ്ടിരിക്കണതും അവസാനിപ്പിക്കണതും. ഇനിയിപ്പോൾ കെട്ടിയാൽ ശരിയാകത്തില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ കെട്ടിയാൽ ശരിയാകത്തില്ല, ഇപ്പോൾ 37 വയസ്സായില്ലേ, എന്നാത്തിന് കെട്ടാനാണ് എന്നൊക്കെ ചോദിച്ചിട്ട് കണ്ടീഷനിലായി പോകണം. അതുകൊണ്ടാണ് ബൈബിൾ പറയണത്, ഏത് അവസ്ഥയിലും ഉടമ്പടിക്ക് നിന്നെ സംരക്ഷിക്കാൻ പറ്റും, നിൻ്റെ മനസ്സ്. അതാണ് പറയണത്, നിൻ്റെ ഹൃദയത്തിൽ നിന്ന്. 36-26 വായിച്ച്, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളഹൃദയം നൽകും. ഇപ്പൊ ചില ആൾക്കാർ പറയും, എൻ്റെ അച്ഛൻ ഞാൻ 12 കച്ചവടം ചെയ്ത് 12 കുത്തുപാള എടുത്ത് ഇനി ഞാൻ കച്ചവടം ഒന്നും പറഞ്ഞ് വരത്തില്ലെന്ന് പറയും. അതാണ് ടച്ച് വിട്ട് ഹൃദയം ശിലാഹൃദയമായിപ്പോയി. പരാജയപ്പെട്ട് ശിലാഹൃദയമായതാണ്. ഇനി പറ്റത്തില്ലെന്ന് പറയണില്ലേ. ഇതുപോലെയാണ് എല്ലാ കാര്യങ്ങളും. ചില ആൾക്കാർ ഗവൺമെൻറ് ടെസ്റ്റൊക്കെ അവസാനിപ്പിച്ചല്ല, കുറേ എഴുതി തോറ്റ്, ഇനി എന്തും കിട്ടാനാണ്. ഇത് എൻ്റെ മക്കളൊരു കാര്യം പറയണത്, അതായത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ഓരോരോ കാര്യത്തിൽ പരാജയങ്ങൾ വാങ്ങിച്ച് നമ്മുടെ ആത്മവിശ്വാസം പോയി നമ്മളിങ്ങനെ ടച്ച് വിട്ട് പോയിട്ട് നമ്മൾ ഇൻട്രോവേർട്ടായി പോകും. അവസാനം ഈ വിഷയമാണ് നിന്നെ ദൈവം വന്ന് വിളിക്കണത് ഉടമ്പടിയിലൂടെ. കാര്യം ഇതാണ്, ഇത് മെറിറ്റിൽ വർക്ക് ചെയ്യണതല്ല. നീ ടച്ച് വിട്ട് പോയെന്ന് പറഞ്ഞാൽ നീ മുഴുവൻ നിൻ്റെ പരാതികളും ആത്മവിശ്വാസം കുറഞ്ഞു പോയി, എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറയണത്. എന്താണ് നീ പറയണത്? എന്നെക്കൊണ്ട് പറ്റത്തില്ലെന്നല്ലേ പറയണത്, അല്ലേ? ദാറ്റ് മീൻസ് മെറിറ്റില്ലെന്ന് എൻ്റെ അർത്ഥം. എൻ്റെ മെറിറ്റ് ഇത് വർക്ക് ചെയ്യത്തില്ലെന്നാണ് എൻ്റെ അർത്ഥം. പക്ഷെ ഉടമ്പടി എന്താ പറയണത്? നിൻ്റെ ഗ്രേസിൽ ഇത് വർക്ക് ചെയ്യുമെന്ന്. ഗ്രേസ് വർക്ക് ചെയ്യണേ എങ്ങനെയാണ്? വരപ്രസാദം മെറിറ്റ് പോട്ടെ, മെറിറ്റിൻ്റെ കാര്യം പറഞ്ഞത്. നിൻ്റെ ശിലാഹൃദയം മെറിറ്റിൽ മാത്രം ആശ്രയിച്ച് പരാജയപ്പെട്ട് ഇനി മുന്നോട്ട് പോകാൻ നിവർത്തിയില്ലെന്ന് പറയുന്ന നിൻ്റെ ശിലാഹൃദയം ഞാൻ ഉടമ്പടിയിലൂടെ എടുത്തു മാറ്റും. പകരം എന്ത് തരും? മാംസളമായ ഹൃദയം തരുമെന്ന്. ഗ്രേസ്ഫുൾ ഹാർട്ട്, വരപ്രസാദം നിറഞ്ഞ ഒരു ഹൃദയം നിനക്ക് തരും. എന്തിനെന്നറിയാവോ? ഇത് നിനക്ക് ദൈവത്തെ സ്നേഹിക്കാനുള്ള ഹൃദയമാണ്, ചെയ്യാനുള്ള ഹൃദയമല്ല. ചെയ്യണത് ആരായിരിക്കും? ദൈവമായിരിക്കും. നീ ആയിരിക്കത്തില്ല ചെയ്യണത്. ദൈവത്തെ അറിയാനും സ്നേഹിക്കാനും അംഗീകരിക്കാനും ദൈവത്തിനെ പ്രണയിക്കാനും ദൈവത്തിന് സാക്ഷ്യം വഹിക്കാനും വേണ്ടി ഒരു പുതിയ ഹൃദയമാണ് നിനക്ക് ദൈവത്തെ സ്നേഹിക്കാൻ തരണത്. പക്ഷേ നിനക്ക് വേണ്ടി ചെയ്യണതാരായിരിക്കും? അത് ദൈവമായിരിക്കും. അതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇതെന്തുകൊണ്ടാണ്? ദൈവം നമുക്ക് വേണ്ടി നിലകൊള്ളും. പാസ്പോർട്ട് ഓഫീസിലായാലും ഞാൻ നിനക്ക് വേണ്ടി, ഞാൻ നിന്നെ റെക്കമെൻഡ് ചെയ്യുമെന്ന് പറയത്തില്ലേ? ഞാൻ നിന്നെ റെക്കമെൻഡ് ചെയ്യും, ഞാൻ നിനക്ക് വേണ്ടി നിലകൊള്ളും. അത് എവിടെയാണ്? സ്ഥലവളവിൻ്റെ സ്ഥലത്തായാലും ശരി, ഭാഗ ആയാലും ശരി, ഒരാൾ വന്ന് നിൽക്കും. നീ ഉടമ്പടി ചെയ്യുമ്പോൾ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ, നിനക്ക് വേണ്ടി നിലകൊള്ളാൻ വേണ്ടി ഒരാൾ വരും. 36:9 അങ്ങനെ ഒരു വചനമുണ്ട്. ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. ഒന്ന് പറഞ്ഞേ.
ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. അതായത് എവിടെ ചെന്നാലും നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ ഒരാൾ. ഈ ആളുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഹൃദയം കോഗുലേറ്റ് ചെയ്യണത്. എങ്ങനെയാണ്? ഉരുക്കിയെടുക്കും. എപ്പോഴും നിങ്ങൾ ദൈവത്തോട് പറയണം, ഈശോയെ എൻ്റെ ഹൃദയത്തെ നിൻ്റെ ഹൃദയം നിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്ന രീതിയിൽ തരളിതമാക്കാൻ പ്രാർത്ഥിക്കണം. പതുക്കെ അങ്ങനെ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തു. അല്ലെ നിങ്ങളെപ്പോഴും എൻ്റെ IELTS ജയിപ്പിക്കണേ, വസ്തു വിൽക്കണേ, പെണ്ണ് കെട്ടിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അലബലാദി ക്രിസ്ത്യാനികൾ എപ്പോഴും പറഞ്ഞ് ആകുലപ്പെട്ടിക്കണ പോലെ ചെയ്യരുത്. വി മസ്റ്റ് ഗീവ് മോർ ഇമ്പോർട്ടൻസ് ആൻഡ് പ്രൈമറി ചാൻസ് ടു ജീസസ്. നമ്മൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ചിന്തിക്കണം. ബാക്കിയെല്ലാം ഇങ്ങനെ ചേർത്ത് നൽകുന്ന കാര്യങ്ങളല്ലേ. പലപ്പോഴും എനിക്ക് നിങ്ങളുടെ ആധ്യാത്മിക വളർച്ചയിൽ ഒരു ചെറിയ ഒരു പിന്നെപ്പോക്ക് വരണത്. അതായത് ഇതിൻ്റെ കാരണം യു ആർ മോർ കോൺഷ്യസ് അബൌട്ട് യുവർ മെറ്റീരിയൽ ഡിമാൻഡ്സ്. എൻ്റെ പേര് ജാൻസമ്മ. ഞാൻ ചേർത്തലയിൽ നിന്ന് വരുന്നു. 2019 ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിന് ശേഷം 20 വർഷം തടസ്സമായി നിന്നിരുന്ന ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുകൂടിയുള്ളൊരു റോഡ് പണി ഞങ്ങൾ വളരെയധികം ഒത്തിരി തവണ ശ്രമിച്ചെങ്കിലും അത് നടക്കാതിരിക്കുകയായിരുന്നു. ഉടമ്പടി എടുത്ത് കുറച്ച് 2-3 മാസത്തിന് ശേഷം തന്നെ ആ റോഡ് പണി നടക്കുകയും നല്ലൊരു റോഡ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുകൂടി വരികയും ചെയ്തു. അതിന് കൃപാസനം മാതാവിനും ഈശോയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പിന്നീട് എൻ്റെ ഒരു ഭവന നിർമ്മാണത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഈ ഭവനം നിർമ്മിക്കുന്നതിന് ആവശ്യമായ റോഡായിരുന്നു ആദ്യത്തെ ഒരു തടസ്സം. അത് മാറിയതിന് ശേഷം ഞങ്ങൾ ഭവന നിർമ്മാണം ആരംഭിക്കാനായിട്ട് തുടങ്ങി. അപ്പോഴും ഭയങ്കര തടസ്സങ്ങളായിരുന്നു. അപ്പോൾ ഈ ഭവനം നിർമ്മിക്കുന്ന സ്ഥലത്തിന് ചുറ്റും ഞാൻ നമ്മുടെ ഉടമ്പടിയിലെ വിശ്വാസ പ്രമാണം ചൊല്ലി ചുറ്റിനും നടന്ന് പല തവണ ആവർത്തിച്ച് ചൊല്ലുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഭവന നിർമ്മാണത്തിൻ്റെ തടസ്സങ്ങളെല്ലാം മാറി ഭവനം നിർമ്മിക്കാനായിട്ട് 2020 ആരംഭിച്ചു. 2022 മെയ് മാസം 15 എൻ്റെ പുതിയ ഭവനം ഞാൻ ആഗ്രഹിച്ചതിലും ഒത്തിരി നന്നായിട്ട് കൃപാസനം അമ്മയും തിരുക്കുമാരനും കൂടി വളരെ ഭംഗിയുള്ളൊരു ഭവനം തന്ന് എന്നെ അനുഗ്രഹിച്ചു. അതിൻ്റെ വെഞ്ചരിപ്പ് കർമ്മം മെയ് 15 നടന്നു. പിന്നീട് എൻ്റെ മോൻ BTech പാസ്സായ മൂത്ത മോന് ജോലിയില്ലായിരുന്നു. അതിനുശേഷം അവന് ഇവിടെ തന്നെ നമ്മളുടെ നാട്ടിൽ തന്നെ ഒരു ജോലി ലഭിച്ചു. പിന്നീട് പെട്ടെന്ന് അവന് വിവാഹം നടന്നു. വിവാഹം കഴിഞ്ഞിട്ട് അവൻ്റെ ഭാര്യ അയർലൻഡിൽ അവൾ ജോലിക്ക് ശ്രമിച്ചു, അത് ലഭിച്ചു. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു വിദേശത്ത് എൻ്റെ മോന് ഒരു ജോലി ലഭിക്കണമെന്നായിരുന്നു ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയാണ് ജോലി ലഭിച്ചെങ്കിലും മകൻ്റെ ഭാര്യയ്ക്ക് അയർലൻഡിൽ ജോലി ലഭിച്ചു. അതിനോടൊപ്പം അവനും അവിടെ പോകാൻ സാധിച്ചു. ഇപ്പോൾ ദൈവാനുഗ്രഹത്താൽ അവിടെ 2 പേരും അയർലൻഡിൽ ജോലി ചെയ്യുന്നു. പിന്നീട് എൻ്റെ ഇളയ മോൻ +2 ശേഷം അവന് പഠിക്കാനായിട്ട് തുടർ പഠനത്തിന് താല്പര്യക്കുറവുണ്ടായിരുന്നു. അവന് പിന്നെ ITI പഠിക്കാൻ താല്പര്യമുണ്ടാകുകയും അത് ഇലക്ട്രീഷ്യൻ എന്ന വിഭാഗം പഠിച്ച് നല്ല മാർക്കോടെ പാസ്സാവുകയും ചെയ്തു. ഈ അനുഗ്രഹത്തിനും ഈശോയ്ക്കും അമ്മയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ജീവിത പങ്കാളിയുടെ ജോലി സംബന്ധമായ ഒരു തടസ്സമായിരുന്നു. 2009 ജോലി ലഭിച്ചതാണ്. അത് 2011 ശേഷം ഞങ്ങൾക്ക് സാലറി ലഭിച്ചെങ്കിലും ഈ 2 വർഷത്തെ ജോലിയുടെ സാലറി ഗവൺമെൻറ് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഉടമ്പടി എടുത്ത് ആ നിയോഗം ഞാൻ എല്ലാ നിയോഗങ്ങളും ഇതിൽ സമർപ്പിച്ചിരുന്നു, പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് പിന്നീട് വിധിയുണ്ടായി. അനുകൂലമായിട്ട് നമുക്ക് 2 വർഷത്തെ ആ തടഞ്ഞു വെച്ചിരുന്ന ശമ്പളം നൽകുവാനായിട്ട്. ഈ അനുഗ്രഹത്തിനും നന്ദി പറയുന്നു ഒത്തിരി സ്നേഹത്തോടെ. പിന്നെ എൻ്റെ ഈ സഹോദരി, ഈ മകൾക്ക് ഷുഗർ സംബന്ധമായി ഒത്തിരിയധികം ക്ലേശിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 6 മാസം മുമ്പ് വളരെയധികം ക്രിട്ടിക്കലാവുകയും ന്യൂമോണിയയും യൂറിനറി ഇൻഫെക്ഷനും
വളരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കുവാനോ അല്ലെങ്കിൽ കട്ടിലേ നിന്നൊന്ന് എഴുന്നേറ്റ് ഇരിക്കുവാനോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനോ പറ്റാത്തത്രയും സീരിയസ് സ്റ്റേജിലായിരുന്നു. മതിലകം ആശുപത്രിയിൽ നിന്ന് അവിടുന്ന് ഡോക്ടർ പറഞ്ഞു വിട്ട് പിന്നെ ആംബുലൻസ് സംവിധാനത്തോടു കൂടിയാണ് വണ്ടാനം ഹോസ്പിറ്റലിലേക്ക് പോയത്. അവിടെ ചെന്നിട്ടും ഒത്തിരിയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ച് ഒട്ടും പറ്റാത്തൊരവസ്ഥ, വളരെ ക്രിട്ടിക്കലായി. ഓക്സിജൻ ലെവലൊക്കെ കുറഞ്ഞു പോയി. ഡോക്ടർമാർക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ ആളെ എങ്ങനെ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അപ്പം ഞങ്ങൾ ഈ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് ഞാൻ കൃപാസനം മാതാവേ, ഈ മോളെ ഞാനിവിടെ ഒരു സാക്ഷിയാക്കിയേക്കാം, ഈ മോളെ തൊട്ട് നീ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. പിന്നീട് ഈ മോൾക്ക് നല്ല സൗഖ്യം ലഭിച്ചു. ഇപ്പോൾ മോള് എല്ലാ ജോലികളും വീട്ടിൽ ഓടി നടന്ന് ചെയ്യുന്നുണ്ട്. കൃപാസനം മാതാവും ഈശോയും തന്ന ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് കോടാനുകോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു.